ഇതൊരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചധികം തന്നെ വിശേഷങ്ങളുള്ളതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആക്കാമെന്നുള്ളത്. അങ്ങനെ ക്യാൻവാസൊക്കെ മാറ്റി ഞാനതൊരു ലോങ് വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ്. കല്യാണം ആരുടേതാണെന്നൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. പിന്നെ നീലക്കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് ചായയൊക്കെ അപ്പോഴത്തേക്കും നമ്മുടെ പുടവക്കാരെത്തിയിട്ടുണ്ട്, ചെക്കൻ്റെ വീട്ടുകാർ. അപ്പോൾ ഇത് അവർ പുടവയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഞാൻ എടുത്ത രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാലും ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിന് പുടവ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പുടവ കൊടുക്കുന്ന ചടങ്ങും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. ബസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം ലാലോട്ടനിങ് വീട്ടിലായിരുന്നു. ലാലോട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ അന്ന് അവിടെ നിന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിങ്ങണീത എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ, കാല് പിടിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും അല്ലേ. കാണുന്നവർക്കും ഉണ്ടായിരിക്കും, ഇതൊക്കെ ചെയ്യുന്നവർക്കും ഉണ്ടായിരിക്കും. എൻ്റെയൊക്കെ ആൽബം കണ്ടാൽ എനിക്ക് ചിരിച്ച് മരിക്കും. കാരണം എൻ്റെ എക്സ്പ്രഷനും ബാക്കിയുള്ളവരുടെ എക്സ്പ്രഷനൊക്കെ അതിൽ കാണേണ്ടതായിരുന്നു. ഞാൻ കരഞ്ഞങ്ങട്ട് നിലവിളിക്കായിരുന്നു, എന്തിനാണോ എന്തോ. പക്ഷെ കിങ്ങണി അങ്ങനെയൊന്നും കാണിച്ചില്ല. ഉള്ളിൽ സങ്കടം ഉണ്ടാവും, അതെത്രയായാലും ഉണ്ടാവും. പക്ഷെ പുറത്തവളത് കാണിച്ചില്ല. വളരെ നന്നായി. അപ്പോൾ അതൊക്കെ കണ്ട്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ എടുത്തന്നേ ഉള്ളൂ. ഞാനത് ഈ ഒരു രീതിയിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് ചിലരുടെ തലയുണ്ടാവില്ല, വാലുണ്ടാവില്ല, അങ്ങനെ എന്തൊക്കെയല്ലോ പ്രശ്നങ്ങൾ വീഡിയോക്ക് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കണ്ട് സഹകരിക്കുക കേട്ടോ.
കല്യാണമൊക്കെ വളരെ വൃത്തിയായി കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഇതാ വിഷ്ണുവിനെയും കിങ്ങിണിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ബാൻഡ് മേളക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതവരുടെ ഫ്രണ്ട്സൊക്കെ കൂടെ അറേഞ്ച് ചെയ്തതാകാം, അറിയില്ല. അപ്പോൾ ബാൻഡ് മേളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും പിന്നെ ഇങ്ങോട്ടേക്ക് ഓടി കേട്ടോ. ആർക്കും പിന്നെ ഫുഡൊന്നും വേണ്ട, ഇതൊന്ന് കണ്ടാൽ മതി എന്നായി. എല്ലാവരും ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങളും പിറകെ ഓടി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ അവിടെ നിന്ന് കണ്ട് ആ സമയത്ത് അവർ ഫുഡ് കഴിക്കുകയാണെന്ന് തോന്നുന്നേ. ബാക്കി എല്ലാവരും ഇവിടെയായിരുന്നുള്ളത്, പന്തലിൽ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് വിചാരിക്കുന്നത് ഇപ്പം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളത്. കാരണം നമ്മളുടെ സമയത്തൊന്നും ഇതൊന്നും അത്ര സുലഭമായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കിങ്ങിണി യാത്ര പറയാൻ പോവുകയാണ്. എല്ലാം സെറ്റായി നിന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരിക്കും അല്ലേ. എനിക്കങ്ങനെയായിരുന്നേ. ഞാൻ ഈ കാണുന്നവരുടെ ഒക്കെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. അപ്പോൾ ഇതാ കിങ്ങിണി ഒരുവിധം പിടിച്ചു വെക്കുന്നുണ്ട്, കരച്ചിലെങ്കിൽ പോരാതിരിക്കാൻ. എൻ്റെയൊക്കെ ആൽബമൊക്കെ കാണണം, ചിരിച്ചിട്ട് മരിക്കും. അപ്പോൾ അതെല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സങ്കടമുണ്ട്, ആളിങ്ങനെ ചെറുതായിട്ടൊന്ന് കരഞ്ഞു വരുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെയാണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പിന്നെ അവർ പോകുന്നത് കാണാൻ നിന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ മുഴുവനായിട്ടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന സമയത്ത് ഏത് നേരവും ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം. പിന്നെ നമ്മളും ആ ഒരു സമയം എൻജോയ് ചെയ്യുന്നതാണല്ലോ, അതും മിസ്സായി പോവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പല വിഷ്വൽസും കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കാൻ പറ്റാതായിപ്പോയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അവർ പോയതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണും ചെക്കനും പോയതിൻ്റെ പുറകെ തന്നെ നമ്മളുടെ ബാംഗ്ലൂരുകാരും കൂടെ പോകാൻ നോക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് ഇന്ന് തന്നെ തിരിക്കേണ്ടതുണ്ട്. കാരണം വൈദൂനും അഖിലേട്ടനും ഇവർക്കൊക്കെ പിറ്റേന്ന് വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ അവൾ പോയപ്പോൾ കരഞ്ഞതിൻ്റെ പുറകെ ഇവളും പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. എനിക്കതിൻ്റെ വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടെ, ഓക്കതുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ വസുവിനൊക്കെ ഇരുത്തിയിട്ട് ഫുഡ് കഴിക്കാനിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിങ്ങിണി അതിലൂടെ പോയി ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരടുത്തായതുകൊണ്ട് തന്നെ അവർ ബാക്കിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് ഓടി അവരുടെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവരെ നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ.